ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ആൻഡ് കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു തോട്ടാണ് എന്നെ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ, ഞാനൊരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ എല്ലാവരും ഒന്ന് നോക്കണം എന്നുള്ളൊരു കാര്യം. ബിക്കോസ് എൻ്റെ ഒരു പവർ, എൻ്റെ ഒരു ഓറയൊക്കെ എനിക്ക് കാണിക്കണം എന്നുള്ളൊരു കാര്യം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായി വരുന്നതാണ്. പലരും ചിലപ്പോൾ അത് ഹൈഡ് ചെയ്തൊക്കെ വെക്കാറുണ്ട്, പക്ഷേ ഹൈഡ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. നമ്മുടെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് എങ്ങനെ അവിടെ കാണിക്കാം, നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ബാക്കിയുള്ളവർ എങ്ങനെ നോട്ടീസ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നു. ഒരു അട്രാക്റ്റീവ് ആൻഡ് ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 4 കാര്യങ്ങൾ മാത്രമാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള 1% ആളുകൾ മാത്രമുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉയരുന്നതാണ്. നിങ്ങളുടെ ഫസ്റ്റ് കാര്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈറ്റൽ ഏരിയാസ് നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കുക. വൈറ്റൽ ഏരിയാസ് തുറന്നു വയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നിങ്ങൾക്ക് ഭീഷണി അനുഭവപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരഭാഗം നമ്മൾ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമുക്ക് ശാരീരികമായ അപകടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ശരീരം ഡിഫെൻസീവായിട്ടുള്ളൊരു പോസ്റ്റർ ഡെവലപ്പ് ആക്കും. അതൊരു സോഷ്യൽ ഡിസ്കംഫർട്ട് ആകാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഒരു കംഫർട്ട് അല്ലാത്ത ഒരാളുകളുടെ അടുത്തിരിക്കുമ്പോഴാവാം. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു ബോഡി കവർ ചെയ്യുകയോ മുഖം പൊത്തുകയോ നമ്മുടെ തൊണ്ട, നെഞ്ച്, കൈൻ്റെ ഉൾഭാഗം എന്നിവ സംരക്ഷിക്കാനൊക്കെയാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുക. നമ്മൾ കൂടുതൽ ഷ്രിങ്ക് ചെയ്യും തോറും നമ്മളെ ഭയങ്കര ഓക്വേർഡായിട്ട് കാണിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ മുഖമൊക്കെ മറിച്ചൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻസിൽ അത് നമ്മളെ ഓക്വേർഡ് മാത്രമല്ല, നമുക്ക് കൂടുതൽ ഭയം ഉണ്ട് എന്നുള്ള കാര്യം അവിടെ കാണിക്കും. നമ്മൾ ഈ കാണിക്കുന്ന ജസ്റ്റേഴ്സ് എല്ലാം ഒരു ഡിഫെൻസീവ് പോസ്റ്ററിൻ്റെ ഭാഗമാണ്. ഇതിനെന്താണ് ഒരു പരിഹാരം? നിങ്ങളുടെ ഫസ്റ്റ് കാര്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈറ്റൽ ഏരിയാസ് നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കുക. ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കൂടുതൽ വലിയ ജസ്റ്റേഴ്സ് ഉപയോഗിക്കാം. അതായത് കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക. അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് എന്തായിരിക്കും? നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് കാണുകയും അതുപോലെ തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി ഇതിലും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഒരു പ്ലാറ്റോണിക് ടച്ച് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് സാധാരണ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നതിന് പകരം ഒരു ഹഗ് കൊടുക്കുക. സംഭാഷണത്തിനിടെ ഒരു ഹൈഫൈ കൊടുക്കുക. തമാശ കേട്ട് ചിരിക്കുമ്പോൾ ഒരു ഷോൾഡർ പാറ്റ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുമായിട്ട് കൂടുതൽ ഒരു കണക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.